നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡൽഹി സ്ഫോടനം അത് വല്ലാത്ത മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടായി. ഇപ്പം ഡൽഹിയിലായാലും ലോകത്ത് എവിടെയായാലും ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിൽ തിരയുകയാണെങ്കിൽ നമ്മൾ ആരിലേക്ക് ചെന്ന് നിൽക്കും? എന്താണ് അങ്ങയുടെ അഭിപ്രായം? നമ്മൾ ഇത്തരം ഭീകരാക്രമണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലെ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരേ സ്വഭാവമാണുള്ളത്, ഒരേ ചിന്താഗതിയാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഭീകരാക്രമണത്തിലേക്ക് പോകുന്നവരെ മാത്രം ചിന്തിച്ചാൽ പോരെ. ഇവർക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ, യാതൊരു ബന്ധവും ഇല്ലാത്ത, ഒരു പരിചയവും ഇല്ലാത്ത അപരിചിതരെ ഇങ്ങനെ ബോംബ് പൊട്ടിച്ച് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു പ്രേരണ എവിടുന്ന് കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ രോഗത്തിന് ചികിത്സിച്ച് ഇപ്പോൾ പനിക്ക് അതിൻ്റെ ഡോളോയോ അതുപോലെയുള്ള ഗുളിക കൊടുക്കുന്ന മാറ്റുന്ന പോലെയല്ല. അതിൻ്റെ എന്താണ് പല കാരണങ്ങൾ കൊണ്ട് പനി വരാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ ശരിയായ ചികിത്സ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നിലെ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഏത് കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ ബോംബെയില് പാകിസ്ഥാനിൽ നിന്ന് വന്ന ബോംബെയിൽ അക്രമങ്ങൾ നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാനും അതിനെക്കുറിച്ച് ശ്രമിച്ചു. പാർലമെന്റ് ആക്രമണം നടത്തിയപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു. പുൽവാമയിൽ ആക്രമിച്ചവരെ നമ്മൾ ഇത് ചെയ്തു. പഹൽഗാമിൽ ആക്രമണം നടന്നു. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്നിട്ട് നിരപരാധികളാണ് എല്ലാ സ്ഥലത്തും കൊല്ലപ്പെട്ടത്. അപ്പം നിരപരാധികളെ കൊല്ലുന്നതിന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മലബാർ കലാപത്തിൻ്റെ 100ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴും മലബാർ കലാപത്തിലെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠന വിഷയമാക്കിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ കലാപകാരികൾ മോയിൻകുട്ടി വൈദ്യരുടെ ബദർമാലയും ഉഹുദുമാലയും പടപ്പാട്ടുകൾ പാടിക്കുന്ന മാപ്പിളപ്പാട്ടുകളുടെ രാജാവായിരുന്നല്ലോ അല്ലേ? അതെ, അദ്ദേഹം തന്നെ 1-2 തലമുറകൾക്ക് മുമ്പ് കണിയാൻ സമുദായത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തു പോയ, കണിയാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ജ്യോതിഷമൊക്കെ നോക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് കൺവെർട്ട് ചെയ്തു പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംസ്കൃത പാരമ്പര്യം, കവിത്വ ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കിട്ടിയ കവിത്വം, ആ ഗുണം അദ്ദേഹം ഈ പടപ്പാട്ടുകൾ പാടുന്നതിനാണ് വിനിയോഗിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാര്യൻ കുന്നനും അല്ലെങ്കിൽ അതേപോലെയുള്ള കലാപകാരികൾ ഈ പടപ്പാട്ടുകൾ പാടി ആവേശഭരിതരായിട്ടാണ് ഈ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചാടി വീണതെന്ന് ആവേശത്തോടുകൂടി പറയും. എന്താണ് ഈ ബദറിൽ നടന്നത് അല്ലെങ്കിൽ ഉഹുദിൽ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു സംഭവം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു, ചരിത്ര ഗ്രന്ഥങ്ങളും തീസിസുകളും തയ്യാറാക്കി പോകും. പക്ഷെ ഇതിൻ്റെ ഒരു കാരണം എവിടെയാണ്, എന്താണ് ബദറിൽ നടന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത്. ബദറിൽ കച്ചവടക്കാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലുകയും അവരുടെ നിന്ന് മോചനദ്രവ്യം വാങ്ങുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബദർ യുദ്ധം എന്ന് പറഞ്ഞത് അതൊരു തരം കവർച്ചയായിരുന്നോ? ബദർ യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധമല്ല. ആരിഫ് ഹുസൈനും ജബാർ മാഷും അതേപോലെയുള്ള ഇപ്പൊ ഡോക്ടർ NM മുഹമ്മദ് അലി ഒരു മാർക്സിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഒരു കൊള്ളയായിരുന്നു. അതായത് അതിലെ കൂടി യത്രീബ് എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ അല്ലെങ്കിൽ പിന്നീട് മദീനയ സ്ഥലത്തുകൂടെ കച്ചവട സംഘങ്ങൾ പോകുമ്പോൾ കച്ചവട സംഘങ്ങളെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു ശീലം മുഹമ്മദ് അല്ലെങ്കിൽ അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംഭവമാണ് ബദറിൽ നടന്നത്. ആ സംഭവത്തെ അധികരിച്ചുള്ള പാട്ടാണ് ബദർമാല. അതേപോലെ തന്നെ ഉഹുദില് ആ ബദറിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ വന്നിട്ട് പകരം ചോദിച്ചാണ് ഉഹുദിൽ നടന്ന ഇത്. അത് മാത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യുദ്ധം എന്ന് പറയാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഏകപക്ഷീയമായ കൊള്ളകളായിരുന്നു. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന് ശാശ്വത പരിഹാരം. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ചരിത്രങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ധീരോത്തമായിട്ടുള്ള പ്രവൃത്തികളാണെന്നും അത്തരം കൊള്ളകൾ
ഒരു മര്യാദ പുരുഷത്വം എന്ന് പറഞ്ഞ പോലെ ഏത് മഹാന്മാരിൽ മഹോന്നതൻ എന്ന തരത്തിൽ മനുഷ്യൻ്റെ മഹോന്നതൻ എന്ന തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ചിന്താധാരയിലൂടെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയൊരു വിഭാഗമുണ്ട്. അതേ രീതിയിൽ പോകുന്നവരും പക്ഷേ അതിൻ്റെ തീവ്രത മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരും അവരല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ല, ഇദ്ദേഹം പറഞ്ഞു മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തെറ്റുപറ്റാമെന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചിട്ടുള്ള സ്ഥിതിക്ക് ആ തെറ്റുകൾ തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അത് ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ആവശ്യമായിരിക്കാം, ആവശ്യമില്ലാതിരിക്കാം, പക്ഷെ അത് ആ കാലഘട്ടത്തിന്റെ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം അങ്ങനെ അതല്ലെങ്കിൽ സാധാരണവൽക്കരിക്കാൻ പറ്റുമോ? നിസ്സാരവൽക്കരിക്കാൻ പറ്റിയ സംഭവമില്ല. ആ കാലഘട്ടത്തിലും അക്രമം ഇന്നും അക്രമം തന്നെ ആയിരുന്നല്ലോ. അല്ല, അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ചുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയും അത് ശരിയെന്ന് വിശ്വസിക്കുന്നവർ വീണ്ടും അക്രമത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരം ആ ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ 25 കോടിയോളം വരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു മതവിഭാഗം, അവരെ നമുക്ക് എന്നും പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ അവരെ സംശയത്തോട് വീക്ഷിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സത്യത്തിൽ അവരിൽ നിന്ന് ഈ 1400 കൊല്ലം മുമ്പുള്ള ഈ ചിന്തകളെ, ഈ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ഈ ചിന്തകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരും നമ്മളെപ്പോലെ തന്നെയാണ്, അവരും ഭാരതീയരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചിന്താധാരയാണ് മാറ്റേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്തരം ചിന്താധാരകളോട് എപ്പോഴും കൂടെ നിന്ന് പോരുന്ന എല്ലാവരും ഇവിടെ ഇന്ത്യയിൽ ആർക്കും ആരോടും ഇതര മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഈ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എതിർക്കാൻ നിൽക്കുന്നത്. ഒരാളെ നിരപരാധികളെ പാർക്കുകളിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ വ്യാപാര സ്ഥാപനങ്ങളിലോ തിയേറ്ററുകളിലോ ചെന്ന് ബോംബ് പൊട്ടിച്ച് കൊല്ലുക എന്നുള്ളത് അത് ഏത് മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ഏതൊക്കെ സംവിധാനത്തിൽ കൂടെ നോക്കിയാലും ഒരു സഹജീവിയെ വെറുതെ ചുട്ടുകൊല്ലുക എന്ന് പറയുന്നത് അതിനൊരു ന്യായീകരണമില്ല. ഇവരെല്ലാം ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വിളിക്കുന്ന ചില ദൈവിക പരിവേഷമുള്ള വാക്കുകളുണ്ട്. ഈ വാക്കുകൾ മനുഷ്യൻ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ള സത്യമാണ്. ഇന്നത്തെ എല്ലാവരും നമ്മളെ പറയില്ല, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചാക്ഷേപിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ കുറ്റം ചെയ്യുന്ന ഇതുപോലത്തെ കൊലയും കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ നടത്താൻ പ്രേരിപ്പിക്കുകയും പ്രേരണ കൊടുക്കുകയും അത് ചെയ്യുന്നവരും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതായി മാത്രം മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ ജനം വെറുക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ തെറ്റാണ്? ജനത്തിൻ്റെ തെറ്റാണോ? അല്ല, ഇത് ചെയ്യുന്നവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമല്ലേ അത്. അത് നമ്മൾ ഒന്ന് ആലോചിക്കണം. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇന്ത്യയിലെല്ലാം എടുത്തും കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതൊരു 100 കൊല്ലം മുമ്പ് വരെ. ഇപ്പോൾ ആ വഴി നടക്കാൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്താൻ പറ്റാത്തതുകൊണ്ട് കായലിൽ സമ്മേളനം നടത്തിയ 110 വർഷമായിട്ടുള്ളൂ. അത് ഹരിജനങ്ങൾ അല്ലെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് സമ്മേളനം നടത്താൻ പോലും പറ്റിയിരുന്നില്ല. ആ സമയത്താണ് പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ള ആളുകൾ വള്ളം കെട്ടിയിട്ട് അതിൽ തട്ടടിച്ചിട്ട് അത് 110 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയുള്ള പല അനാചാരങ്ങളും ഉണ്ടായിരുന്നു. മനുസ്മൃതി പോലെയുള്ള പുസ്തകങ്ങൾ വെച്ചിട്ട് അത് ആണോ മുഴുവൻ പ്രായോഗിക തലത്തിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ അല്ല. പക്ഷെ എന്നാലും മനുസ്മൃതി അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഇവിടെ വലിയ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, നവോത്ഥാന നായകന്മാര്, മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ള, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള, പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ളവർ അതിൽ മാറ്റങ്ങൾ വരുത്തി. അതിനകത്ത് ഒരു കാര്യം പ്രധാനമായിട്ട് പറയേണ്ട ശ്രീനാരായണ ഗുരു ഈ പരിവർത്തനങ്ങൾ വരുത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. എന്നാൽ ശ്രീനാരായണീയർക്കും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, ധീവരർക്ക് അവരുടേതായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, പുലയമ്മ സമുദായത്തിന് അവരുടേതായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അത്തരം തരത്തിലൊക്കെ മാറ്റാൻ നമുക്ക് സാധിക്കും. പക്ഷേ വേറെ സത്യമുണ്ട്, ഈ ഇവരെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം അത് മനുഷ്യൻ കുലം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആചരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പോകുന്നൊരു സമൂഹം അവരിൽ എല്ലാവർക്കും ഒന്നുമില്ല, ആ തീവ്രമായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നുള്ള സത്യമാണ്. അത്തരം ആളുകളുടെ ചില പ്രവൃത്തികളാണ് ആ മൊത്തം സമുദായത്തെ ബാധിക്കപ്പെടുന്നത്.
അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനിയും സഹോദര ബുദ്ധിയ ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരെല്ലാവരും ഒരേ ചിന്തകളോട് ഇപ്പോൾ പോകണമെന്നുള്ള രാജ്യത്തെ സ്നേഹിക്കുന്നുള്ള ഇവിടെ ജീവിക്കുന്ന എല്ലാവരും തങ്ങളുടെ സഹോദരന്മാരാണെന്നുള്ള ബോധ്യത്തോടെ പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തികൾ മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു അദ്ദേഹം ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ട് അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ശ്രീലങ്ക വരെ പോയി. ഒരാളും അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല. വേദാധികാര നിരൂപണം എഴുതിയ ചട്ടമ്പി സ്വാമികൾ ഒറ്റ മുണ്ടുടുത്ത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു. അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണനും ഉപദ്രവിച്ചില്ല. മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഏന്തി അദ്ദേഹം സവർണ മേധാവിത്വത്തെ കായികമായി നേരിട്ടു. അദ്ദേഹവും ഈ ദക്ഷിണ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തെ ആരും ആക്രമിച്ചില്ല. പക്ഷേ ഈ ഇസ്ലാമിക വിഷയത്തിൽ അതിലെ തീവ്രതയും ഇത് കുറക്കണമെന്ന് പറയുന്ന ജബ്ബാർ മാഷിനും ആരിഫിനും അതേപോലെയുള്ള ആളുകൾക്ക് ഇന്നും ISIS മുതൽ ലോക്കൽ മഹല്ല് കമ്മിറ്റിയുടെ വരെ ഭീഷണിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാവട്ടെ. എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കട്ടെ, പരസ്പരം വിശ്വസിക്കാൻ പഠിക്കട്ടെ, പരസ്പര ഇതരമത സ്നേഹം വളർത്തട്ടെ. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇനി ഇത് ഒരു അവസാനത്തെ ഭീകരാക്രമണമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം.